ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് URP ആപ്ലിക്കേഷനിൽ എങ്ങനെ മണി ആഡ് ചെയ്യാം. URP ആപ്ലിക്കേഷനിൽ നമ്മൾ നാട്ടിലേക്ക് പണം അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് URP ആപ്ലിക്കേഷൻ. ഇതിൽ ആദ്യം മണി ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരുപാട് സുഹൃത്തുക്കൾക്കും അറിയുന്നതായിരിക്കും. എന്നാൽ ഇപ്പോഴും അറിയാത്ത സുഹൃത്തുക്കളുണ്ടാവും. അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. URP ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആഡ് മണി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായി. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ബാങ്ക് കാർഡ്, റിക്വസ്റ്റ് മണി, മൊക്കാഫ പോയിൻറ്റ്സ്. മൊക്കാഫ പോയിൻറ്റ്സ് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായി ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ബാങ്ക് കാർഡാണ്. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. ഏറ്റവും മുകളിലായി ബാങ്ക് ഹോൾഡർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ കാർഡ് നമ്പർ കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ. ശേഷം സേവ് ദിസ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു നൈക്ക് നെയിം കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാർഡ് സേവ് ആയിരിക്കുന്നത് കാണാം. അതിനുശേഷം CVV നമ്പർ എന്നുള്ള ആ ഭാഗത്ത് നിങ്ങളുടെ CVV നമ്പർ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വന്നിരിക്കുന്നത് കാണാം. കൺഫർമേഷൻ പേജാണിത്. നിങ്ങൾ കൊടുത്ത എമൗണ്ട് അതുപോലെ വാറ്റ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 6 അക്ക OTP വരുന്നതാണ്. ആ OTP ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ OTP വന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമ്മുടെ മണി ആഡ് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഡൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ബാലൻസ് 1 റിയാൽ കൂടിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് മണി ഏത് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഈ രീതിയിൽ മണി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കും. ഇത് ഒരുപാട് പേർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഇപ്പോഴും അറിയാത്ത സുഹൃത്തുക്കളുണ്ടാവും. അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.